UDF-ന് ഇതുവരെ കൃത്യമായ ഒരു അജണ്ട നിലമ്പൂരിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നല്ലൊരു രാഷ്ട്രീയം പറയാൻ ഈ മിനിറ്റ് വരെ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഏറ്റവും നിരാശയോടെ പറയേണ്ടി വരും. നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു UDF മുന്നോട്ട് വെച്ചത്? ആദ്യം പിടിച്ചത് പെൻഷനിലായിരുന്നു. അത് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്നു. പെൻഷൻ കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ അധിക്ഷേപം വരുന്നു. അത് ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസമുള്ളവർക്കോ അപ്പുറത്തേക്ക് പൊതുസമൂഹം ഒന്നടങ്കം കോൺഗ്രസിനെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ന്യായീകരിക്കാൻ മെഴുകുന്നതിൻ്റെ പലവിധ രൂപാന്തരങ്ങൾ നമ്മൾ കാണുന്നു. വ്യാജ വാർത്തകളുടെ പ്രളയം നമ്മൾ കാണുന്നു. എന്തായിരുന്നു കണ്ടത്? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ അത് ഓർമ്മയിലുണ്ടാകുമല്ലോ. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്? പെൻഷൻ തുടങ്ങിയത് UDF സർക്കാർ, പെൻഷൻ കൂട്ടിയത് UDF സർക്കാർ, കൊടുത്തു. അത് അവസാനം അവിടെ സംഭവിച്ചത് എന്താണ്? ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ വന്നിട്ട് ഒറ്റ വാചകത്തിൽ പൊളിച്ചു കളഞ്ഞില്ലേ ലക്ഷങ്ങൾ മുടക്കിയെടുത്ത ഇവരുടെ PR വീഡിയോ? ഒരൊറ്റ വാചകത്തിൽ കൂട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊടുത്തു എന്ന് എവിടെയെങ്കിലും അവർ പറഞ്ഞോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കൊടുത്തിട്ടേ ഇല്ല എന്നൊരൊറ്റ വാചകത്തിൽ ആ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു. അതാണ് UDF-നെതിരായി നിലമ്പൂരിൽ നിൽക്കുന്ന പൊതുവികാരം എന്ന് പറയുന്നത്. പെൻഷൻ എന്ന ഒറ്റ വിഷയം അത്രമാത്രം ബാക്ക് ഫുട്ടിലാക്കി കളഞ്ഞിരിക്കുന്നു അവരെ. പിന്നീട് അവർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്തായിരുന്നു? മലപ്പുറം വിഷയം. മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചു എന്നായിരുന്നു പരാമർശം. നോക്കൂ, അതിനുള്ള മറുപടികൾ എങ്ങനെയായിരുന്നു? മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ വരെ എതിർത്ത ജനസംഘത്തോടൊപ്പം ചേർന്ന് സമരം ചെയ്ത കോൺഗ്രസിന്റെ ചരിത്രം പുറത്തു വന്നു. ആര്യാടൻ മുഹമ്മദ് പാകിസ്ഥാൻ പടക്കപ്പൽ തിരൂർ തീരത്തെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ചരിത്രം പുറത്തു വന്നു. അവിടെയും മറുപടി ഇല്ലാതെ പോയി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന UDF-നെ കാണുന്നു. നോക്കൂ, മതനിരപേക്ഷത പറയുന്ന ഒരു അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീവ്ര മതവർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്ന UDF-ന്റെ ആ അപകടകരമായ നീക്കം മിനിറ്റുകൾക്കുള്ളിൽ പുറത്തു വരുന്നതും മുഖം നഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നു. ഈ കൂട്ടുകെട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് VD സതീശൻ നടത്തിയ ഏറ്റവും അപകടകരമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം എന്ന നിലപാട് തിരുത്തിയവരാണ് എന്ന്. എത്രമാത്രം അപകടകരമായ തരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദ സംഘത്തെ പ്രതിപക്ഷ നേതാവ് വെള്ളപൂശാൻ ശ്രമിച്ചത്. പക്ഷേ വല്ലാത്ത കുഴിയിലേക്കാണ് അവർ ചെന്ന് വീണത്. രൂക്ഷമായ പ്രതികരണങ്ങൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമായിരുന്നില്ല വന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകൾ, നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ ഭാഗത്തുള്ളവർ അതിനെ വിമർശിക്കുന്നു, മുജാഹിദുകൾ വിമർശിക്കുന്നു, വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ, മുസ്ലിം സമുദായവുമായി അടുത്ത് നിൽക്കുന്നവർ വിമർശിക്കുന്നു. സമസ്ത ശക്തമായ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നു. മറുപടിയില്ലാതെ പോകുന്നു UDF-ന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് UDF എത്തി നിൽക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാൻ ഈ മിനിറ്റ് വരെ UDF-ന് കഴിഞ്ഞിട്ടില്ല. തൊട്ടതെല്ലാം വിവാദങ്ങളായിരുന്നു. തൊട്ടതെല്ലാം പിഴച്ചു പോകുന്ന UDF നേതൃത്വത്തെയാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ജമാഅത്തെ കൂട്ടുകെട്ടിൽ വളരെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കൂടി നമ്മുടെ മുൻപിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അപകടകരമെന്ന്, തെറ്റെന്ന് മുജാഹിദ് വിഭാഗം. മതചിന്തകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന ശൈലി ഇസ്ലാമികമല്ലെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആ വാദമൊന്നും അവരില്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണത്തിനെതിരെ മുസ്ലിം മതസംഘടനകൾ കടുത്ത അമർഷത്തിലാണ്. സമസ്ത, കാന്തപുരം സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മുജാഹിദ് വിഭാഗം നിലപാട് വ്യക്തമാക്കിയത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ലെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. അത് ഓരോ സംഘടനക്കും അതിൻ്റെ വീക്ഷണം ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടുകളുണ്ടാവും. അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഉപേക്ഷിക്കൂലല്ലോ. എന്താണ് അവർ ശൈലി നോക്കണം. അവർ ജമാഅത്തെ ഇസ്ലാമി വളരെ കാലമായി ഇവിടെയുള്ളൊരു സംഘടനയാണ്. ഇസ്ലാമിലെ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മതചിന്തകളെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കുന്ന ശൈലി അത് ഇസ്ലാമികമല്ല. വ്യത്യസ്തതയെ ഉൾക്കൊള്ളുന്നവരാണ് മുജാഹിദ് വിഭാഗം. രാഷ്ട്രീയമായി കക്ഷി ചേരുന്ന ശൈലി KNM-നില്ലെന്നും അബ്ദുള്ള കോയ മദനി പറഞ്ഞു. AK ലതീഷ്, കോഴിക്കോട്.